ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും NNA ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പൂജ്യത്തിൽ നിന്നും ആരംഭം എന്ന നമ്മുടെ സ്റ്റിച്ചിങ് സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 9 ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം ഡീപ്പ് നെക്കിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ ഡീപ്പ് നെക്കിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ബാക്ക് നെക്കിൻ്റെ കഴുത്തിന് എത്രത്തോളം ഇറക്കം നമ്മൾ വെക്കുന്നോ ആ ഇറക്കത്തെ ബേസ് ചെയ്തായിരിക്കും നമ്മളുടെ ഷോൾഡർ എത്രത്തോളം കുറച്ച് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അത് നമുക്ക് നോർമലായിട്ടോ തോന്നിയതുപോലെ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. അതിന് കൃത്യമായൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ അളവാണ്. സാധാരണയായി നോർമലായിട്ട് ഒരാൾക്ക് നമ്മൾ കണ്ടുവരുന്നത് 14 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വീതി. അതിന് നമ്മൾ എന്ത് ചെയ്യും, 2 വെച്ച് ഡിവൈഡ് ചെയ്യും. എങ്കിൽ മാത്രമേ ഒരു ഷോൾഡറിൻ്റെ അളവ് നമുക്കവിടെ മാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. തുണി മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു ഭാഗം മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? അത് മുമ്പത്തെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഷോൾഡർ എടുക്കുമ്പോഴത്തേക്കും ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ഷോൾഡർ 14 അതിനെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7. ആ 7 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് നെക്കിന് എത്ര വീതി കൊടുക്കണമെന്നാണ്. നമ്മുടെ നെക്കിന് സാധാ നമ്മൾ കൊടുക്കുന്ന വീതി എത്രയാണോ അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ച് വേണം നെക്കിന് വീതി കൊടുക്കാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വൈഡ് നെക്കാണ് ചെയ്യുന്നത്. അങ്ങനെ വൈഡ് നെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തിങ്ങനെ മലർന്നു വരും, അല്ലേ? തുണി രണ്ടും ഇങ്ങനെ വിരിഞ്ഞു വരും. അങ്ങനെ വിരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തിന് ഓൾറെഡി നല്ലൊരു വിരിച്ചിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ വീതിയുള്ള നെക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഷോൾഡറും കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന നെക്ക് വീതിയിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ച് വേണം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാൻ. ഇപ്പോൾ നോർമലായിട്ട് 3 നെക്കിന് വീതി എടുക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യുക, 2.5 ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മൾ നെക്കിന് ഇറക്കം വെക്കുന്നില്ല, നോർമലായിട്ട് വെക്കുന്ന 2-3 ഇഞ്ചാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡറിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. നമ്മളെടുത്ത അതേ ഷോൾഡർ തന്നെ അവിടെ മതിയായിരിക്കും. നമ്മൾ കൊടുക്കുന്ന നെക്കിൻ്റെ വീതി എത്രയായിരിക്കണം, 3 ഇഞ്ചായിരിക്കണം. കാരണം നമ്മൾ വൈഡ് നെക്ക് കൊടുക്കുമ്പോഴാണ് അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കാൻ പറഞ്ഞത്. അതല്ല നെക്കിന് നമ്മൾ ഇറക്കം കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കുന്ന നോർമലായിട്ടുള്ള നെക്കിന് വീതി തന്നെ കൊടുത്താൽ മതി. നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന വീതി എത്രയാണ്, 3 ഇഞ്ചാണ്. കഴുത്തിൻ്റെ വീതി എപ്പോഴും 3 ഇഞ്ചായിരിക്കും നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു 3 വരെയുള്ള ഇറക്കത്തിന് നമുക്ക് ഷോൾഡർ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. പക്ഷെ 4 മുതൽ നമ്മൾ ഇറക്കം വെക്കുമ്പോഴത്തേക്കും ഷോൾഡറിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് ബാക്ക് നെക്കിന് ഇറക്കം വെക്കുന്നത്. അപ്പം 4 ഇഞ്ച് ഇറക്കം വെക്കുമ്പോഴത്തേക്കും ഷോൾഡറിൽ എത്രത്തോളം മാറ്റം വരുത്താമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട അളവ് നെക്കിൻ്റെ ലെങ്ത് തന്നെയാണ്. ഇപ്പം നമ്മളിവിടെ 4 നെക്കിന് ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ 4 നിന്നും 2 ഇഞ്ച് മൈനസ് ചെയ്യുക. ഈ 2 എന്ന് പറയുന്ന സംഖ്യ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സംഖ്യയാണ്. ആ സംഖ്യയ്ക്ക് യാതൊരു മാറ്റവും വരികയില്ല. നമ്മുടെ നെക്കിൻ്റെ ഇറക്കത്തിന് മാറ്റം സംഭവിക്കും, പക്ഷേ ഈ 2 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് മാറ്റം വരികയില്ല. അപ്പോൾ നമ്മളിവിടെ 4 നിന്ന് 2 കുറച്ച് കൊടുത്തപ്പോൾ നമുക്ക് 2 കിട്ടി. ആ കിട്ടിയ സംഖ്യയെ നമുക്ക് 0.25 വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുക്കണം. ഈ 0.25 എന്ന് പറയുന്ന സംഖ്യയ്ക്കും മാറ്റം വരികയില്ല, അതും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സംഖ്യയാണ്. ഈ 2 സംഖ്യകളും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ 2 സംഖ്യ വെച്ചാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മളിത് ഇൻറ്റു ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത് 0.5 ആണ്. ഈ 0.5 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? 7 നമുക്ക് കിട്ടിയ ഷോൾഡർ. ആ ഷോൾഡറിൽ നിന്ന് എന്ത് ചെയ്യുക, 0.5 കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ 6.5 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ ഷോൾഡർ. ഒന്നില്ലെങ്കിൽ ടോട്ടൽ ഷോൾഡറായിട്ട് നമുക്കത് വരച്ചു കൊടുക്കാം. അതല്ല, നേരത്തെ നമ്മൾ ഷോൾഡർ വരച്ചു വെച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഈ കാൽക്കുലേഷൻ നടത്തിയതെങ്കിൽ നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷോൾഡറിൽ നിന്ന് എന്ത് ചെയ്യുക, 0.5 കുറച്ച് കൊടുക്കുക. ഇപ്പോൾ 7 ഞാൻ അവിടെ ഷോൾഡർ വരച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ആ 7 നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം ഞാൻ ആ 7 നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് അകത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടുന്ന ഷോൾഡർ പോയിന്റ്. മനസ്സിലായോ? ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുക, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. ഇനി നമുക്ക് കഴുത്ത് കുറച്ചും കൂടെ ഒന്ന് ഇറക്കി കൊടുത്ത് നോക്കാവേ. ഇപ്പം ഞാൻ 5 ഇഞ്ചാണ് കഴുത്തിറക്കം വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് കഴുത്തിറക്കത്തിന് എത്രമാത്രം ഷോൾഡറാണ് നമുക്ക് കുറച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം.
അതിന് വേണ്ടിയിട്ട് നമുക്കവിടെ നെക്ക് ലെങ്ത്തിൻ്റെ അവിടെ എത്ര ആക്കി കൊടുക്കുക? 5 ആക്കി കൊടുക്കുക. ആ 2 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് മാറ്റമില്ല. ആ 2 എന്ന സംഖ്യ അത് കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അപ്പോൾ 5-ൽ നിന്ന് 2 കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 എന്ന് പറയുന്ന സംഖ്യയാണ്. ആ 3 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുക? 0.25 വെച്ച് ഇൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ 0.75 ആണ്. ഈ 0.75 എന്ത് ചെയ്യുക? ഷോൾഡറിൽ നിന്നും കുറച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 7 ഇഞ്ച്. ആ 7 ഇഞ്ചിൽ നിന്ന് 0.75 കുറച്ച് കൊടുക്കുക. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വലിയ ഡീപ്പ് നെക്കായിട്ട് ഒരു 8 ഇഞ്ച് വെച്ച് നോക്കാം. 8 ഇഞ്ച് ബാക്ക് ഇറക്കമുള്ള ഒരു ബ്ലൗസിന് എത്രത്തോളമാണ് ഷോൾഡർ കുറയ്ക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്ക് ലെങ്തിൻ്റെ അവിടെ എത്രയാക്കണം? 8 ആക്കണം. 8 ആക്കിയതിന് ശേഷം അവിടെ നിന്നും 2 മൈനസ് ചെയ്യണം. അപ്പോൾ 8-ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ആ കിട്ടിയ 6-നെ 0.25 വെച്ച് ഇൻറ്റു ചെയ്യണം. അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 ആണ്. ഈ 1.5-നെ നമുക്ക് ഷോൾഡറിൽ നിന്നും കുറച്ച് കൊടുക്കണം. നമുക്ക് ഷോൾഡർ എത്രയാണ്? 7 ആണ്. അപ്പോൾ ആ 7-ൽ നിന്നും 1.5 കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.5 ആണ്. ആ 5.5-നെ നമുക്ക് ഫുൾ ഷോൾഡറായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, ഇതേപോലെ ഫുൾ ഷോൾഡറായിട്ട് അടയാളപ്പെടുത്താം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഷോൾഡറിൽ നിന്ന് 1.5 ഇഞ്ച് മൈനസ് ചെയ്ത് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ലെങ്ത് വെച്ച് കാണിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എത്രത്തോളം വൈഡ് നെക്ക് കൊടുക്കണോ ആ വൈഡ് നെക്കിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മാത്രം ഈ കാൽക്കുലേഷനിൽ നിങ്ങൾ മാറ്റി എഴുതി കൊടുത്താൽ മതി. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോൾഡർ പോയിൻ്റ് അവിടെ കിട്ടുകയും ചെയ്യും. ഇനി ഇതെല്ലാം ചെയ്താലും നമ്മൾ മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, ഷോൾഡർ സ്ലോപ്പ്. ആ ഷോൾഡർ സ്ലോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഷോൾഡർ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഫിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പായിട്ട് കൊടുക്കണം. ഒരിക്കലും ഷോൾഡർ സ്ലോപ്പ് നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് ചരിച്ച് വരച്ച് കൊടുക്കരുത്. നമ്മുടെ ഫുള്ളായിട്ട്, അതായത് നെക്ക് കവർ ചെയ്ത ആ പോർഷനില്ലേ, ആ പോർഷനിൽ നിന്ന് വേണം നമ്മൾ ഷോൾഡർ സ്ലോപ്പായിട്ട് വരയ്ക്കാൻ. പലപ്പോഴും നമ്മൾ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നിന്നാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു കൂർപ്പ് പോലെ, അത് കൂർത്ത് നിൽക്കുന്നത് പോലെ ഷോൾഡർ നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്ക് പോയിന്റ് എവിടെയാണോ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫോൾഡിങ്ങിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ സ്ലോപ്പ് വരച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ ആ ഹൈപ്പും കൂടെ അടിച്ചേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.